എല്ലാവർക്കും നമസ്കാരം. ഇന്ന് 1201 ആണ്ട് ചിങ്ങമാസം 30-ാം തീയതി 15/9/2025 തിങ്കളാഴ്ച ദിവസമാണ്. ഇന്ന് നമുക്കെങ്ങനെയുണ്ട് എന്ന് നോക്കാം. ഇന്ന് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. തിങ്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ശിവൻ്റെ ദിവസമാണ്, ചന്ദ്രൻ്റെയും ദിവസമാണ്. അതുകൊണ്ട് ശിവക്ഷേത്ര ദർശനവും അല്ലെങ്കിൽ ചന്ദ്രനെ പ്രാർത്ഥിക്കുന്നതുമൊക്കെ വളരെയധികം ഗുണപ്രദമായ ഒരു സംഭവമായിരിക്കും. എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ദിവസത്തേക്ക് സ്വാഗതം പറയുന്നു. നമുക്കാദ്യമായി മേടക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തിക, കാല്. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണ്. സാമ്പത്തികമായി ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട്. നടക്കുമെന്ന് വിചാരിച്ച ചില കാര്യങ്ങൾ പിന്നത്തേക്ക് നീണ്ടുപോകുന്നതായി കണ്ട് കുറച്ച് നിരാശയൊക്കെ ഉണ്ടാകുന്ന ദിവസമാണ്. കുടുംബാംഗങ്ങളുമായി ചില തർക്കങ്ങളും വഴക്കുകളുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സന്താനങ്ങളെക്കുറിച്ച് ഓർത്തൊരു ഉത്കണ്ഠയും മനപ്രയാസവും ഒക്കെ ഉണ്ടാകുന്ന ദിവസമാണ്. വിവാഹാദി കാര്യങ്ങളിലുണ്ടായിരുന്ന തടസ്സങ്ങൾ പക്ഷേ നീങ്ങുന്ന ഒരു ദിവസമായിരിക്കും. തീരുമാനങ്ങൾ കൈക്കൊള്ളാനായിട്ട് നല്ലൊരു ദിവസമാണ് വിവാഹാധികാരികൾക്ക്. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അത്ര തന്നെ ഗുണകരമായൊരു ദിവസമായിരിക്കുകയില്ല. വളരെ തിരക്ക് മൂലം, ചില അശ്രദ്ധ മൂലമൊക്കെ ചില വഴക്കുകളൊക്കെ കേൾക്കേണ്ടി വരും. മേലധികാരികളുടെ അപ്രീതിക്ക് പാത്രമാകാനായിട്ട് സാധ്യതയുണ്ട്. സന്തോഷകരമായി ചെയ്യേണ്ട പല കാര്യങ്ങളും മനസ്സിൽ കുറച്ചൊരു വിഷമത്തോടു കൂടി ചെയ്യേണ്ടതായിട്ട് കാണുന്നു. ഈശ്വര പ്രാർത്ഥനയാണ് എല്ലാത്തിനും അനിവാര്യം. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. അവരവർക്ക് ഇഷ്ടമുള്ള വിശ്വാസമുള്ള രീതിയിൽ ഈശ്വര പ്രാർത്ഥന നടത്തേണ്ടതാണ്. വിദ്യാർത്ഥികൾക്കും അല്ലെങ്കിൽ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കുമൊക്കെ അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ വൈദ്യമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഇന്ന് അനുകൂലമായൊരു ദിവസമാണ്. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അതേപോലെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കുമൊക്കെ ചെറിയ പ്രതീക്ഷകളൊക്കെ കൈവരുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. മറ്റ് ജോലികളിൽ ഏർപ്പെടുന്നവർക്ക്, ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള ജോലി ചെയ്യുന്നവർക്കൊക്കെ ഇന്ന് അനുകൂലമായൊരു ദിവസമായിരിക്കും. സൗന്ദര്യ വസ്തുക്കൾ വിൽക്കുന്നവർക്ക്, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വിൽക്കുന്നവർക്ക്, ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഇന്ന് അനുകൂലമായൊരു ദിവസമായി കാണുന്നു. അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം നോക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക, മുക്കാല്, രോഹിണി, മകയിരത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ ശുഭകരമായി തന്നെയാണ് കാണുന്നത്. അലച്ചിൽ കുറച്ച് കൂടുതലുണ്ടാകാൻ സാധ്യതയുണ്ട്. വാഹനങ്ങൾക്ക് ചില റിപ്പയറുകൾ അല്ലെങ്കിൽ കേടുപാടുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും സാരമായിട്ട് ഒന്നും കാണുന്നില്ല. വൈദ്യമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായൊരു ദിവസമായിരിക്കുമെന്ന്. ശാസ്ത്രരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും സാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കുമൊക്കെ അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. സന്താനങ്ങളെക്കുറിച്ചുള്ള ഉത്കണ്ഠയും ആകാംക്ഷയും ഒക്കെ ഉള്ളവർക്ക് ഇന്ന് അതിന് ശമനം ലഭിക്കുന്നതാണ്. ഉത്തമമായ ചികിത്സാ സമ്പ്രദായം ലഭിക്കാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് ഇത്. ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് ഒരു തീരുമാനമുണ്ടാകുന്ന ദിവസമാണ് ഇന്ന്. ഉറ്റവരിൽ ചിലർക്ക് ചില വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ വന്ന് വൈകുന്നേരത്തോടു കൂടി ചില മാനസിക സംഘർഷങ്ങളൊക്കെ അനുഭവിക്കാൻ സാധ്യതയുള്ളതൊഴിച്ചാൽ ഇന്നത്തെ ദിവസം ഇടവക്കൂറുകാർക്ക് വളരെ അനുകൂലമായി കാണുന്നു. അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തര, തിരുവാതിര, പുണർദം, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ദീർഘനാളുകളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അസുഖങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സാധ്യതയുണ്ട്. വിശ്രമ ജീവിതം എടുത്തിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ വിശ്രമ ജീവിതം നയിക്കുന്നവർക്ക് ഇന്ന് ചില അസ്വസ്ഥതകൾ കാണുന്നു. ശാരീരികമായും മാനസികമായും ചില പ്രതീക്ഷിതമായ പ്രശ്നങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ദീർഘയാത്ര പ്ലാനിട്ടിരിക്കുന്നവർക്ക് അത് തടസ്സപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. വിദേശ ജോലിക്കോ വിദേശ യാത്രയ്ക്ക് വിദേശപരമായ ഏതൊരു കാര്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ഇന്ന് അനുകൂലമായൊരു ദിവസമായി കാണുന്നില്ല. കുട്ടികളെക്കുറിച്ച് വളരെയധികം ഉത്കണ്ഠ ഉണ്ടാകുന്നൊരു ദിവസമാണ്. എന്നാൽ വൈകുന്നേരത്തോടു കൂടി മനസ്സിനും ശരീരത്തിനുമൊക്കെ കുറച്ച് ആശ്വാസം ലഭിക്കുന്നതാണ്. എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും ഇത്തരത്തിലുള്ള അനുഭവമാണ് ഇന്ന് പ്രതീക്ഷിക്കാവുന്നത്. എന്നാൽ
കായിക രംഗത്ത്, സ്പോർട്സ് രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഇന്ന് വളരെ അനുകൂലമായ ഒരു ദിവസമായിരിക്കും. ദീർഘനാളായി മുടങ്ങിക്കിടന്നിരുന്ന പ്രതീക്ഷയ്ക്ക് വിപരീതമായി കാര്യങ്ങൾ മുൻപോട്ട് പോയിരുന്ന ആളുകൾക്ക് ഇന്ന് അനുകൂലമായ മറുപടിയും അനുകൂലമായ സാഹചര്യവും വന്ന് ചേരുന്നതാണ്. അടുത്തതായി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ഇന്നത്തെ ഫലം പരിശോധിക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർദം, കാല്, പൂയം, ആയില്യം. ഈ കൂറുകാർക്ക് ഇന്ന് വളരെ നല്ല ഒരു ദിവസമാണ്. ഒരുപാട് പ്രതീക്ഷകൾ സഫലീകരിക്കുന്ന ദിവസമായിരിക്കും. വിവാഹാധികാര്യങ്ങൾക്ക് തീരുമാനമുണ്ടാകുന്ന ദിവസമാണ്. കമ്മിതാക്കൾക്ക് വീട്ടിൽ നിന്നും അനുമതി ലഭിക്കാനും ഒക്കെ സാധ്യതയുള്ള ദിവസമാണ്. ഇഷ്ടജനങ്ങളെ കണ്ടുമുട്ടാനും ആശയവിനിമയം നടത്താനുമൊക്കെ സാധിക്കുന്ന ഒരു ദിവസമാണ്. എന്നാൽ ജലയാനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക്, ജലസംബന്ധമായ തൊഴിൽ ചെയ്യുന്നവർക്കൊക്കെ ഇന്ന് പരാജയമുള്ള ഒരു ദിവസമായിരിക്കും. മത്സ്യമേഖലയിൽ ബന്ധപ്പെട്ടവർക്കും ഒക്കെ ഇന്ന് അത്ര നല്ല ഒരു ദിവസമായിരിക്കുകയില്ല. കലാകാരന്മാർക്ക്, കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഇന്ന് അനുകൂലമായൊരു ദിവസമായിട്ടാണ് കാണുന്നത്. അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം, കാല്. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ രാശിക്കാർക്ക് ഇന്ന് വളരെ പ്രതീക്ഷാനിർഭരമായൊരു ദിവസമായിരിക്കും. സാമ്പത്തിക കാര്യങ്ങളൊരു ഉയർച്ച കാണുന്നുണ്ട്. ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും അനുകൂലമായ കാര്യങ്ങളാണ്. എന്നാൽ അനാവശ്യ കാര്യങ്ങളിൽ ഏർപ്പെട്ട് മറ്റുള്ളവരുടെ അപ്രീതിക്ക് പാത്രമാകാനായിട്ട് സാധ്യത കാണുന്നു. സംസാര രീതിയിലുള്ള വ്യത്യാസം കൊണ്ട് ചില കാര്യങ്ങളൊക്കെ മുടങ്ങിപ്പോകാനായിട്ട് സാധ്യതയുണ്ട്. ഇൻ്റർവ്യൂവിനോ അല്ലെങ്കിൽ പരീക്ഷകൾക്കോ ഒക്കെ തയ്യാറെടുത്തിരിക്കുന്നവർ ശ്രദ്ധിക്കുക. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുമ്പോട്ട് പോകണം. അല്ലാത്ത പക്ഷം നമ്മുടെ നാക്കിൻ്റെ പ്രശ്നം കൊണ്ട്, നമ്മുടെ വായിൽ വരുന്ന പിഴവ് കൊണ്ട് നമുക്ക് അതെല്ലാം നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ആരോഗ്യപരമായ കാര്യങ്ങളിൽ വലിയ മാറ്റങ്ങളൊന്നും കാണുന്നില്ല എങ്കിലും പുറത്തു നിന്നുള്ള ഭക്ഷണം ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ഉദരസംബന്ധമായ ചില പ്രശ്നങ്ങൾ ഉടലെടുക്കാനായിട്ട് സാധ്യത കാണുന്നുണ്ട്. അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഉത്രമുക്കാല്, അത്തം, ചിത്തിരാര. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം അത്ര തന്നെ മെച്ചപ്പെട്ടതായിരിക്കുകയില്ല. ഒരുപാട് പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടതായി കാണുന്നു. അധികാരമുള്ള പദവിയിലിരിക്കുന്നവർക്ക് ഒരുപാട് വിമർശനങ്ങൾക്ക് വിധേയരാകുന്ന ഒരു ദിവസമായിരിക്കും. കാര്യങ്ങളെല്ലാം തടസ്സപ്പെടുന്നതായിട്ട് കാണുന്നുവെങ്കിലും ഉച്ചയോടുകൂടി ആശ്വാസകരമായ ചില മറുപടികളൊക്കെ നമുക്ക് ലഭിക്കുന്നതാണ്. എങ്കിലും മൊത്തത്തിൽ ഇന്നത്തെ ദിവസം മ്ലാനത നിറഞ്ഞതായിരിക്കും. എന്നാൽ അടുത്ത ദിവസം അതെല്ലാം ശരിയാകും എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി മുൻപോട്ട് പോവുക. എല്ലാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും മ്ലാനത അനുഭവപ്പെടുന്നുണ്ട് എങ്കിലും കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അത്ര തന്നെ ദോഷകരമായൊരു ദിവസമായിരിക്കുകയില്ല. സാമ്പത്തിക കാര്യങ്ങളിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നവർക്കും അതേപോലെ ഊഹക്കച്ചവടങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കുമൊക്കെ ഇന്ന് അത്ര അനുകൂലമായൊരു ദിവസമായി കാണുന്നില്ല. ആരോഗ്യകാര്യങ്ങളിൽ കുറച്ചുകൂടെ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ആരോഗ്യപരമായ ചില പ്രശ്നങ്ങൾ അലട്ടിയേക്കാം. എങ്കിലും തീക്ഷ്ണമായ ഒന്നും സംഭവിക്കുകയില്ല. അപ്പോഴപ്പോൾ തങ്ങൾക്കുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനായി വൈദ്യസഹായം തേടുന്നത് വളരെ നന്നായിരിക്കും. വൈകുന്നേരങ്ങളിൽ പ്രത്യേകിച്ച് സന്ധ്യാസമയങ്ങളിൽ യാത്ര ഒഴിവാക്കുന്നത് വളരെ നന്നായിരിക്കും. ചില വാഹന സംബന്ധമായ അപകടങ്ങളോ കേടുപാടുകളോ ഒക്കെ സംഭവിക്കാനായിട്ട് സാധ്യതയുള്ളതിനാൽ വളരെ ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോവുക. ഈശ്വര പ്രാർത്ഥന അനിവാര്യമാണ്. അവരവരുടെ വിശ്വാസമനുസരിച്ച് ഈശ്വരനെ പ്രാർത്ഥിച്ചാൽ എല്ലാത്തിനും പരിഹാരമുണ്ടാകുന്നതാണ്. നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അടുത്ത കൂറുകാരുടെ ഫലം പരിശോധിക്കാം. അടുത്തതായി നമുക്ക് തുലാക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിരാര, ചോതി, വിശാഖ, മുക്കാല്. ഈ കൂറുകാർക്ക് താരതമ്യേന മെച്ചപ്പെട്ട ഒരു ദിവസമായിരിക്കും. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നവർക്ക് അത്ര തന്നെ ഗുണകരമല്ല എങ്കിലും ബിസിനസ്സുകാർക്ക് അല്ലെങ്കിൽ ലോഹം സംബന്ധിച്ചുള്ള ബിസിനസ്സുകാർ, അതായത് ഗോൾഡ്, മെറ്റൽ അതൊക്കെ സംബന്ധിച്ച് ജോലി ചെയ്യുന്നവർക്ക് ഇന്ന് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കുമെന്ന് കാണുന്നു. ആരോഗ്യകാര്യങ്ങളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. മാതാപിതാക്കൾക്ക് ചില അരിഷ്ടതകൾ, അസുഖങ്ങൾ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായി
ഉണ്ടായിക്കൊണ്ടിരുന്ന ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം കാണാനായിട്ട് ഒരു വഴി തെളിഞ്ഞു വരുന്നതാണ്. അതുകൂടാതെ നമ്മൾ നിക്ഷേപങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ആ നിക്ഷേപങ്ങളെ കുറിച്ചൊക്കെ ചില ആശങ്കകൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. വാഹന സംബന്ധമായ ചില ബുദ്ധിമുട്ടുകൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ഇതൊഴിച്ചാൽ താരതമ്യേന ബാക്കി കാര്യങ്ങളെല്ലാം നല്ലതായി പോകുന്നതായിട്ട് കാണുന്നു. വിദ്യാർത്ഥികൾക്കോ അധ്യാപകർക്കോ അതേപോലെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും വൈദ്യമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കുമൊക്കെ അനുകൂലമായൊരു ദിവസമായിരിക്കും. രാഷ്ട്രീയ രംഗത്തും അധികാരമുള്ള രംഗത്തും പ്രവർത്തിക്കുന്നവർക്കും താരതമ്യേന ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ ഫലം പരിശോധിക്കാം. വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട അടങ്ങുന്ന ഈ നക്ഷത്രക്കാർക്ക്, ഈ കൂറുകാർക്ക് ഇന്ന് വളരെ ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണെങ്കിലും ഗുണാധിക്യമാണ് കാണുന്നത്. സാമ്പത്തികമായി ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറി പോകുന്നതായിട്ട് കാണാം. ഗ്രഹത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളും അശാന്തികളുമൊക്കെ ശമിക്കുന്നതായിട്ട് കാണാം. അതേപോലെ വിദ്യാർത്ഥികൾക്കോ സ്വന്തം മക്കൾക്കോ ഒക്കെ കുറച്ച്, അതേപോലെ കുട്ടികൾക്ക് അല്ലെങ്കിൽ സന്താനങ്ങൾക്ക് ചില അഭ്യുന്നതി അല്ലെങ്കിൽ അവരുടെ അഡ്മിഷൻ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വളരെ അനുകൂലമായ ഒരു ദിവസമായിരിക്കുമെന്ന്. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും പൊതുവെ നല്ല ദിവസമായിരിക്കും. മറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഇന്ന് ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമായിരിക്കും. നിയമപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ വക്കീൽ അങ്ങനെയുള്ള ആളുകൾക്ക് ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ദിവസമായിരിക്കും. സങ്കീർണമായ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടതായി വരുന്നു. യാത്ര തൊഴിലാക്കിയിട്ടുള്ളവർക്ക് ചില തടസ്സങ്ങളും വാഹനങ്ങൾക്ക് റിപ്പയറുമൊക്കെ കാണുന്നുണ്ട്. കാലിന് അസുഖമുള്ളവർക്ക് അത് അധികരിക്കാനായിട്ട് സാധ്യത കാണുന്നു. സഞ്ചാരികൾക്ക് അത്ര അനുകൂലമായ ദിവസമല്ല. അതേപോലെ കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമായിരിക്കുമെന്ന്. അടുത്തതായി നമുക്ക് ധനുക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാടം, ഉത്രാടം, കാല്. ഈ കൂറുകാർക്ക് ഇന്ന് വളരെ ഗുണകരമായൊരു ദിവസമായിരിക്കും. പ്രതീക്ഷിച്ച പല കാര്യങ്ങളും സാധിക്കുന്ന ദിവസമാണ്. സാമ്പത്തികമായി ഉണ്ടായിരുന്ന തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ തരണം ചെയ്തു പോകാൻ പറ്റിയ ഒരു ദിവസമായിരിക്കും. ശാന്തമായ ജോലി ചെയ്യുന്നവർക്ക്, നിശബ്ദമായ അന്തരീക്ഷത്തിലിരിക്കുന്നവർക്ക് ചില സംഘർഷങ്ങളൊക്കെ അനുഭവിക്കേണ്ടതായി വന്നേക്കാം. അതായത് ഗൃഹത്തിലിരുന്ന് വർക്ക് ഫ്രം ഹോം ചെയ്യുന്നവർ, അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ ആരാധന നടത്തുന്നവർ, അവരെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അവർക്കൊക്കെ ചില പ്രശ്നങ്ങൾ വന്നേക്കാം. കൂടാതെ ഇഷ്ടജനങ്ങളുമായി ചില പ്രശ്നങ്ങൾ ഉണ്ടാകുവാനും തർക്കമുണ്ടാകുവാനും കലഹത്തിലേർപ്പെടാനുമൊക്കെ സാധ്യത കാണുന്നു. അതെല്ലാം ഒഴിവാക്കാനായി ഈശ്വര പ്രാർത്ഥനയാണ് തുണയ്ക്കുന്നത്. വളരെ ആത്മസംയമനത്തോടു കൂടിയും ക്ഷമയോടും കൂടി ഇന്നത്തെ ദിവസം മുൻപോട്ട് പോകേണ്ടതാണ്. വീഴ്ച, ഒടിവ്, ചതവ്, മുറിവ് ഇതിനൊക്കെ ചെറിയ സാധ്യതയുണ്ടെങ്കിലും ഉച്ചയ്ക്ക് ശേഷം അത്തരത്തിലൊന്നും കാണുന്നില്ല. അതുകൊണ്ട് ഉച്ചവരെ വളരെ ശ്രദ്ധയോടുകൂടി ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടതാണ്. അടുക്കളയിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടുകൂടി തന്നെ മുമ്പോട്ട് പോയാൽ അപകടങ്ങൾ ഒഴിവാക്കാവുന്നതാണ്. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും അതേപോലെ വിദ്യാഭ്യാസ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും ഗുണകരമായൊരു ദിവസമായിരിക്കും. വൈദ്യമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ല ശാന്തമായ ഒരുപാട് സാഹചര്യങ്ങളോ അല്ലെങ്കിൽ അംഗീകാരം കിട്ടുന്ന ഒരു ദിവസമോ ആയിരിക്കും ഇന്ന്. അതേപോലെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വളരെ അനുകൂലമായ സന്തോഷം ലഭിക്കുന്ന രീതിയിലുള്ള ഒരുപാട് തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ കഴിയുന്ന ഒരു ദിവസമാണ്. വിവാഹാധികാര്യങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് നല്ല ഒരു ദിവസമായിരിക്കും ഇന്ന്. എന്തിനും തുടക്കം കുറിക്കാൻ ഇന്നത്തെ ദിവസം അനുകൂലമായി കാണുന്നു. അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടത്തര. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമായിരിക്കും. ഗുണാധിക്യമാണ് കാണുന്നത്. സാമ്പത്തികമായി ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾക്കൊക്കെ പരിഹാരം കണ്ടെത്താനായിട്ട് സഹായഹസ്തങ്ങൾ വരുന്നതായി കാണുന്നു. ദീർഘയാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ ദിവസമായിരിക്കും. അതേപോലെ ഒരുപാട് നേട്ടങ്ങൾ കൈവരാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂലമായ മറുപടി ലഭിക്കുന്ന ദിവസമാണ്. പരീക്ഷാ വിജയം ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും.
അധ്യാപകർക്കും വളരെ ഗുണകരമായ ദിവസമാണ്. അതേപോലെ തന്നെ ഉന്നത പദവികൾ അലങ്കരിക്കുന്ന ആളുകൾക്കും അതേപോലെ എല്ലാ തൊഴിലുകാർക്കും ഇന്ന് അനുകൂലമായ ഒരു ദിവസമായിട്ടാണ് കാണുന്നത്. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അതേപോലെ യൂണിഫോം ഇട്ട ജോലി ചെയ്യുന്നവർക്കും ചില സാങ്കേതികമായ തടസ്സങ്ങൾ മൂലം ചില പ്രയാസങ്ങൾ വന്നേക്കാം. അതൊഴിച്ചാൽ ഇന്ന് മകരക്കൂറുകാർക്ക് വളരെ അനുകൂലമായൊരു ദിവസമാണ്. അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഇന്നത്തെ ഫലം നോക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ഗുണാധിക്യമാണ് കൂടുതലായി കാണുന്നത്. എന്നാൽ കലഹപ്രിയരായവർ ശ്രദ്ധിക്കുക. വളരെ അധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സംഭാഷണങ്ങൾ ഉണ്ടാകുവാനും അതിൽ നിന്ന് പല നഷ്ടങ്ങളും ഭാവിയിൽ ഉണ്ടാകുവാനും സാധ്യത കാണുന്നു. ഷെയർ തുടങ്ങിയ കാര്യങ്ങളിൽ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനൊരു തീരുമാനമെടുക്കാൻ നല്ലൊരു ദിവസമായിരിക്കും. സാമ്പത്തിക മേഖലയിൽ അഭിവൃദ്ധി പ്രാപിക്കാൻ സാധ്യതയുള്ള പല കാര്യങ്ങളും പല സ്റ്റെപ്പുകളും എടുക്കാനായിട്ട് ഉള്ള നല്ല ദിവസമായിരിക്കും. വസ്തു വാങ്ങാനോ വീട് വയ്ക്കാനോ അല്ലെങ്കിൽ വസ്തു വിൽക്കാനോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് വളരെയധികം അനുകൂലമായൊരു സാഹചര്യം വന്നു ചേരുന്നതാണ്. വാഹനങ്ങൾ വിൽക്കാനും അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരാണ് പൂരുരുട്ടാതികാല്, ഉത്രട്ടാതി, രേവതി. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ളത് കൊണ്ട് കുറച്ച് ധൃതി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ധൃതി വെച്ച് ചെയ്യുന്ന കാര്യങ്ങൾ പരാജയപ്പെടുമെന്നുള്ളതിനാൽ വളരെ ശ്രദ്ധയോടുകൂടി സാവകാശത്തോടുകൂടി മനസ്സിരുത്തി കാര്യങ്ങൾ പഠിച്ച് മുമ്പോട്ട് പോയാൽ വളരെയധികം വിജയം കൈവരിക്കുന്നതാണ്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള അനുകൂലമായ മറുപടികൾ സന്തോഷിപ്പിക്കുന്ന ഒരു ദിവസമായിരിക്കുമെന്ന്. കിടക്കുന്ന ബില്ലുകൾ പാസ്സാകുന്ന ദിവസമാണ്. അതേപോലെ യാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് നല്ലതാണ്. അതേപോലെ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് സഹായഹസ്തങ്ങൾ വന്ന് ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും. രാഷ്ട്രീയക്കാർക്ക് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. അതേപോലെ അധികാരമുള്ള ജോലിയിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രൊമോഷനുകൾക്ക് സാധ്യത തെളിഞ്ഞ് വരുന്ന ഒരു ദിവസമാണ് ഇന്ന്. അതേപോലെ നല്ലതായി ചിന്തിക്കുന്നവർക്ക് ചിന്തകന്മാർക്കൊക്കെ വളരെ അനുകൂലമായ എഴുത്തുകാർക്കും അതേപോലെ അനുകൂലമായി കാണുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുന്നു. നാളെ കാണുന്നവരെ എല്ലാവർക്കും ഈശ്വരാധീനം ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.